അപ്പം ഇന്നത്തെ ടോപ്പിക് AML ആണ്. അപ്പൊ അതിന് മുന്നേ ഒരു കുറച്ച് കാര്യം പറയാം. ഓക്കെ, അപ്പൊ ആദ്യം ഫസ്റ്റ് സ്ലൈഡ് നോക്കിക്കേ. അതിനകത്ത് ഹെമറ്റോപോയിറ്റിക് സ്റ്റെം സെൽസിൽ നിന്നും എങ്ങനെയാണ് മെച്യൂർ ആയിട്ടുള്ള മോണോസൈറ്റ്സ്, പ്ലേറ്റ്ലെറ്റ്സ്, RBC, ഗ്രാനുലോസൈറ്റ്സ്, ബി സെൽസ്, ടി സെൽസ് ഉണ്ടാവുന്നതാണ് കാണിക്കുന്നത്. അപ്പം ഹെമറ്റോപോയിറ്റിക് സ്റ്റെം സെൽസിന് ആദ്യം ഉണ്ടാവുന്ന മൈലോയിഡും ലിംഫോയിഡും ആണ്. അതായത് ഇമ്മച്വർ സെൽസ്, അതുകൊണ്ടാണ് ബ്ലാസ്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ മൈലോയിഡ് ബ്ലാസ്റ്റ്. അപ്പൊ മൈലോയിഡ് എന്ന ബ്ലാസ്റ്റ് അത് പിന്നെ കുറെ ആൾക്കാർ കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനമാണ് മെച്യൂർ ആയിട്ടുള്ള മോണോസൈറ്റും പ്ലേറ്റ്ലെറ്റും RBCയും ഗ്രാനുലോസൈറ്റ് ആവുന്നത്. അതുപോലെ തന്നെ അപ്പുറത്ത് ലിംഫോയിഡ് ബ്ലാസ്റ്റ് കുറെ കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം മെച്യൂർ ആയിട്ടുള്ള ബി സെല്ലും ടി സെല്ലും ആയി മാറും. അപ്പൊ ഇത് നോർമൽ ആയിട്ട് നമ്മുടെ ബോൺ മാരോയിൽ നടക്കുന്ന ഒരു പ്രോസസ് ആണ് നോർമൽ ആയിട്ട്. അപ്പൊ ഈ ഒരു ഹെമറ്റോപോയിറ്റിക് ആയിട്ടുള്ള ഈ ഒരു പ്രോസസ്സ് എന്ത് സംഭവിക്കുന്ന വെച്ചാൽ ഈ മൈലോയിഡ് ബ്ലാസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇമ്മച്വർ സെൽസ് ആണ്. അപ്പൊ ഈ ഇമ്മച്വർ സെൽസ് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ RBC പോലത്തെ മെച്വർ സെൽസ് ആവുന്നത്. ആ ഡിഫറൻസിയേഷൻ നടക്കാണ്ടാവുന്നു. ഈ ഒരു കൺവേർഷൻ അങ്ങനെ നടക്കത്തില്ല. അങ്ങനെ നടക്കാതെ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒന്ന് ആലോചിച്ച് നോക്ക്, ഈ മൈലോയിഡ് ഒത്തിരി കൂടത്തില്ലേ? അതുപോലെ തന്നെയാണ് ഇപ്പുറത്തെ ലിംഫോയിഡ് ബ്ലാസ്റ്റിൽ നിന്നുള്ള ആ ഡിഫറൻസിയേഷൻ നടക്കാണ്ട് വന്നാൽ ലിംഫോയിഡും കൂടും. ഓക്കെ, അപ്പം നോർമൽ ആയിട്ട് ഇങ്ങനെ കൺവേർഷൻ നടക്കണ്ട്. അങ്ങനെ നടക്കാണ്ട് അബ്നോർമൽ ആയിട്ടുള്ള പ്രോളിഫറേഷൻ ഓഫ് മൈലോയിഡ് ബ്ലാസ്റ്റിന്റെ അല്ലെങ്കിൽ ലിംഫോയിഡ് ബ്ലാസ്റ്റ് അബ്നോർമൽ ആയിട്ട് പ്രോളിഫറേറ്റ് ചെയ്യും നമ്മുടെ ബോൺ മാരോയിലും. ഇങ്ങനെയാണ് ഈ ലുക്കീമിയ എന്ന് പറയുന്ന സംഭവം ജസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത് നമുക്ക്, ആ ഒരു കൺവേർഷൻ നടക്കാണ്ട് വരുമ്പോ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനിയിപ്പം ജസ്റ്റ് ലുക്കീമിയ ഡെഫിനേഷൻ ഒന്ന് ഇനിയിപ്പോ നോക്കിയത് മനസ്സിലാകും. ഇറ്റ് ഇസ് എ മാലിഗ്നൻസി വിച്ച് അറൈസസ് ഫ്രം ദ ക്ലോണൽ പ്രോളിഫറേഷൻ ഓഫ് ദ അബ്നോർമൽ ഹെമറ്റോപോയിറ്റിക് സ്റ്റെം സെൽസ്. ഞാൻ നേരത്തെ പറഞ്ഞ മൈലോയിഡ് ആകാം, ലിംഫോയിഡ് ആകാം, ഏതായാലും അബ്നോർമൽ ആയിട്ട് പ്രോളിഫറേറ്റ് ചെയ്തിട്ട് ബോൺ മാരോയിൽ ഉണ്ടാകുന്ന ഒരു മാലിഗ്നൻസി, അതാണ് ലുക്കീമിയ. അപ്പൊ ഇങ്ങനെയുള്ള ഈ പ്രോളിഫറേഷൻ നടക്കുന്ന ഈ ഇമ്മച്വർ ആയിട്ടുള്ള ബ്ലാസ്റ്റ് ആണ്. അപ്പൊ ഈ ബ്ലാസ്റ്റ് ബോൺ മാരോയിൽ നിന്നും പയ്യെ ബ്ലഡ് വഴി നമ്മുടെ ബോഡിയിൽ പല പല ഓർഗനിലെയും ഇൻഫിൽട്രേറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഓർഗൻ ഇൻഫിൽട്രേഷൻ വന്ന് ഹെപ്പറ്റോമെഗാലി, ഹെപ്പറ്റോസ്പ്ലീനോമെഗാലി ഒക്കെ നമുക്ക് വരുന്നത്. അപ്പം ഈ മൈലോയിഡ് ഈ ബ്ലാസ്റ്റ് കൂടുമ്പം ഓട്ടോമാറ്റിക് ആയിട്ട് ഈ നമ്മുടെ ഈ സംഭവങ്ങളിലെ RBC, പ്ലേറ്റ്ലെറ്റ്സ്, ഗ്രാനുലോസൈറ്റ്സ്, മോണോസൈറ്റ്സ് കുറയും അല്ലെ? ബ്ലാസ്റ്റ് മാത്രമായിരിക്കും ആ പേഷ്യന്റിന്റെ ബോൺ മാരോയ്ക്കകത്ത് ഏറ്റവും കൂടി നിൽക്കുക. അപ്പം ഈ സംഭവം മെച്യൂർ ആവേണ്ട ആൾക്കാരൊക്കെ പേഷ്യന്റിന് ഭയങ്കര കുറവായിരിക്കും. ഓക്കെ, അപ്പൊ അതായത് നോക്കിക്കേ, ഈ ഒരു ഡയഗ്രാം കാണിച്ചേക്ക് നോക്ക്. കണ്ട, ഇത് ഒരു പേഷ്യന്റ് ബോൺ, ആ പേഷ്യന്റ് ബോൺ മാരോ എടുത്ത് നോക്കിയപ്പം AML വന്നൊരു പേഷ്യന്റ് ആണെങ്കിൽ ആ പേഷ്യന്റിന്റെ മൈലോയിഡ് ബ്ലാസ്റ്റ് എന്ന് പറയുന്നത് പ്രോളിഫറേറ്റ് ചെയ്ത് കൂടുന്നത് കൊണ്ട് ഉറപ്പായിട്ടും മോർ ദാൻ 20% ആണെങ്കിലാണ് നമ്മൾ AML എന്ന് പറയുന്നത്. ഓക്കെ, ആ നോർമൽ ആയിട്ട് നമ്മുടെ ബോഡിയിൽ ബ്ലാസ്റ്റ് ഒരു 1 to 2% നോർമൽ ആയിട്ട് കാണത്തുള്ളൂ. അപ്പൊ ഇങ്ങനെ അല്ലാണ്ട് മോർ ദാൻ 20% ഇവിടെയായി. അപ്പൊ നമുക്കറിയാം അത് മാത്രമേ പ്രോളിഫറേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഓട്ടോമാറ്റിക് ആയിട്ട് ബ്ലാസ്റ്റ് കൂടുമ്പം നോർമലി മെച്യൂർ ആവേണ്ട സെൽസ് കുറയും. സോ RBC കുറയുമ്പോൾ പേഷ്യന്റിന് അനീമിയ വരും, പ്ലേറ്റ്ലെറ്റ് കുറയുമ്പോൾ പേഷ്യന്റിന് ബ്ലീഡിങ് വരും, പിന്നെ WBCs ഒക്കെ കുറയുമ്പോൾ ന്യൂട്രൽ ഒക്കെ കുറയുമ്പോഴത്തേക്ക് എന്താ ഇൻഫെക്ഷൻസ് വരും. ഓക്കെ, അപ്പം പിന്നെ ഈ കാണിച്ചേക്കുന്നതെന്ന് വെച്ചാൽ ഇതിങ്ങനെ ബ്ലഡ് വഴി പോകുന്നതാണ് ഞാൻ ഈ അപ്പുറത്തേക്ക് വെച്ചേക്കുന്നത്. ഓക്കെ, ഇനിയിപ്പം ഹലോ ആടി ഹലോ. അപ്പൊ AMLന്റെ ഡെഫിനിഷൻ ഇനി നോക്കിക്കുക, അത് കുറച്ചുകൂടെ എളുപ്പമുണ്ടാവും. It's the abrupt onset of the malignant transformation of myeloid blast. അതായത് മൈലോയിഡ് സ്റ്റെം സെൽസിന്റെ ബോൺ മാരോയില് മൈലോയിഡ് ബ്ലാസ്റ്റ് ഭയങ്കരമായിട്ട് കൂടുന്നു. അതിനെയാണ് അക്യൂട്ട് മൈലോയിഡ് ലുക്കീമിയ അല്ലെ അക്യൂട്ട് മൈലോബ്ലാസ്റ്റിക് ലുക്കീമിയ. എന്തുകൊണ്ടാണ് ഈ അക്യൂട്ട് എന്ന് പറയുന്നത്? അക്യൂട്ട് എന്ന് പറയുന്നത് ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അനീമിയ, ബ്ലീഡിങ്ങും ഇൻഫെക്ഷൻ, അത് മൂന്നും പേഷ്യന്റിന് അബ്രപ്റ്റ് ആയിട്ട് പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യും. സോ നമ്മൾ അതിനെ അക്യൂട്ട് എന്ന് പറയും. സോ അബ്രപ്റ്റ് ആയിട്ട് പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യുന്നു, അതുകൊണ്ട് അക്യൂട്ട്. പിന്നെ മൈലോയിഡ് എന്ന് പറയാൻ കാര്യം മൈലോയിഡ് ബ്ലാസ്റ്റ് ആണ് ഇവിടെ അക്യുമുലേറ്റ് ചെയ്യുന്നത്. ആൻഡ് ലുക്കീമിയ ബ്ലഡ് വഴി അത് പോകും. ഓക്കെ, അതാണ് AML എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരേണ്ടത്. ഓക്കെ ഓക്കെ അപ്പം നോക്കിക്കേ, അപ്പൊ ഇങ്ങനെ ഒരു പ്രോളിഫറേഷൻ അബ്നോർമൽ ആയിട്ട് നടക്കുമ്പോൾ നമ്മുടെ ബോൺ മാരോ ഫെയിലിയർ ഉറപ്പായിട്ടും ഉണ്ടാകും അല്ലെ?
അപ്പൊ ബോൺ മാരോ ഫെയിലിയർ ഉണ്ടാവും, അത് ഓർത്തിരിക്കുക. പിന്നെ ലുക്കീമിയയുടെ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പോലെ നമുക്ക് 4 തരത്തിലാണ് നമുക്ക് പഠിക്കാനുള്ളത്. അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ, അക്യൂട്ട് മൈലോബ്ലാസ്റ്റിക് ലുക്കീമിയ, പിന്നെ 2 ക്രോണിക്കും. ഓക്കെ, പിന്നെ ഒരു കാര്യം ഇപ്പോഴേ പറയാം, ഈ അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ അന്ന് അഭിനന്ദ പഠിപ്പിച്ചാണ് ALL. അതെന്ന് പറയുന്നത് ഏറ്റവും കൂടുതലും കാണുന്നത് കുട്ടികളിലാണ്, ചിൽഡ്രനിലാണ് ഏറ്റവും കൂടുതലും കാണുന്നത്. ആ സ്ഥാനത്ത് ഞാൻ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്ന AML എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലും കാണുന്നത് അഡൽട്ടിലാണ്. പക്ഷേ ഒരു സ്മോൾ പെർസെന്റേജ് കുട്ടികളിലും കാണും, ചിൽഡ്രനിലും ഒരു സ്മോൾ പെർസെന്റേജ് കാണും. മറ്റേതും അതുപോലെ സ്മോൾ പെർസെന്റേജ് അഡൽട്സിലും കാണും കേട്ടോ. ഓക്കെ, അത് ഓർത്തിരിക്കാം. പിന്നെ ക്രോണിക് എന്ന് പറയുന്നത് എപ്പോഴും ഒരു മോർ ദാൻ 60 years ഒക്കെയാണ് യൂഷ്വലി ക്രോണിക് അതിന്റെ ഏജ്. ഓക്കെ, നമുക്ക് അപ്പം ക്ലിനിക്കലി essay വരുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അത്രേ ഉള്ളൂ. അപ്പൊ ഈ ഇൻസിഡൻസ് നോക്കിക്കേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഏജ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ AML, ഞാൻ ഇനി മൊത്തം AML ആയിരിക്കും പറയണേ കേട്ടോ. AML എന്ന് പറയുന്നത് ഒരു 40 to 60 അഡൽട്ടിലായിരിക്കും ഏറ്റവും കൂടുതൽ വരുന്നത്. പിന്നെ കുട്ടികളിലും കുറച്ച് ശതമാനം കാണാം. ഇനി യൂഷ്വലി മെയിൽസ് ആണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ഓക്കെ, പിന്നെ അടുത്ത സ്ലൈഡ് എന്ന് പറയുന്നത് ഞാൻ ആക്ച്വലി നമ്മുടെ AML-ഉം ALL-ഉം തമ്മിലുള്ള ഒരു ഡിഫറൻസ് പോലെ ജസ്റ്റ് ഒന്ന് പറയുവാണ്, അപ്പം പെട്ടെന്ന് ഓർക്കാനായിട്ട്. AML ഞാൻ പറഞ്ഞു മൈലോയിഡിന്റെ ബ്ലാസ്റ്റ് ആണ് കാണുന്നത്, ALL ഏതാണ് ലിംഫോയിഡ് ബ്ലാസ്റ്റ് ആണ് കാണുന്നത്. ഓക്കെ, അപ്പം ഈ മൈലോയിഡ് ബ്ലാസ്റ്റിന്റെ പ്രത്യേകതയാണ് അത് ഇസ് പോസിറ്റീവ് ഫോർ MPO. MPO എന്ന് പറയുന്നത് എന്താ, ഒരു എൻസൈം ആണ്, മൈലോ പെറോക്സിഡേസ് എൻസൈം. അതുപോലെ തന്നെ ഇറ്റ് ഇസ് പോസിറ്റീവ് ഫോർ ഓർ റോഡ്സ്. അതെന്താ രണ്ടെന്ന് ഞാൻ പറയാം. ഓക്കെ, അത് ഞാൻ പറയാം. അതിന് മുന്നേ അതുപോലെ തന്നെ ALL എന്ന് പറയുന്നത് പോസിറ്റീവ്, TDT പോസിറ്റീവ് എന്നാ പറയുന്നത്. TDT എന്ന് പറയുന്നത് ഒരു DNA പോളിമറൈസ് ആണ്, അത് ALL-ലാണ് പോസിറ്റീവ് ആവുന്നത്. നമുക്ക് തൽക്കാലം അത് വേണ്ട, തൽക്കാലം നമുക്ക് AML-ന്റെ കാര്യം നോക്കാം. അപ്പൊ എന്താണ് ഈ MPO ആൻഡ് എന്താണ് ഈ ഓർ റോഡ്സ് നോക്കാം. ഈ ഡയഗ്രം ആക്ച്വലി ഒരു മൈലോബ്ലാസ്റ്റ് ആണ് കാണിച്ചേക്കുന്നത്. കണ്ടോ, അതിനകത്ത് നമുക്ക് ആ സൈറ്റോപ്ലാസ്റ്റിലെ കുറെ കുത്തു പോലെ ഗ്രാന്യൂൾസ് കാണാൻ പറ്റും, ഒരു റോഡ് കാണാൻ പറ്റും. ആ റോഡാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഓയിൽ റോഡ്സ് കേട്ടോ. ആ ഗ്രാന്യൂൾസിന് ഒരു പ്രത്യേകത ഉണ്ട്, ആ ഗ്രാന്യൂൾസ് അഷിറോഫെനിക് ഗ്രാന്യൂൾസ് ആണ്. ഹലോ ഹലോ ഹലോ, എന്തുകൊണ്ടാ വിശേഷം? സുഖമായിട്ട് പോകണ്ട, നിനക്കോ? നെറ്റ് പോയാൽ അവൾ പറഞ്ഞായിരുന്നു ഇടയ്ക്ക് പോവും, പെട്ടെന്ന് തന്നെ വരുമെന്ന് പറഞ്ഞായിരുന്നു. ഹലോ ഗോപിക, കേക്കാവോ? സോറി കേട്ടോ. അപ്പം ഓക്കെ, അപ്പം ഈ മൈലോബ്ലാസ്റ്റ് എന്ന് പറയും, ഞാൻ ഇവിടം വരെ കേട്ടില്ലായിരുന്നു മൈലോബ്ലാസ്റ്റ്. കേട്ടു മൈലോബ്ലാസ്റ്റ്. ഹലോ ഗോപി പറയുന്നൊന്നും കേൾക്കുന്നില്ല. ഹലോ കേൾക്കുന്നില്ല ഗോപിക?